കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക്. ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 29. ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണെന്ത്? ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മലയാള നോവലാണ് ഏത്? കുന്തലത അല്ലേ? ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ് ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള നോവൽ. അടുത്തത് ചേരുംപടി ചേർക്കുക. ഒന്നാമത്തത് കഥകളി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ABCD ഓപ്ഷൻ ഉണ്ട്. കഥകളി വരുമ്പോൾ കഥകളിയിൽ ഫേമസ് ആയിട്ടുള്ള ആളാരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. രണ്ടാമത്തത് ഓട്ടൻതുള്ളൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലേ ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാരാണെന്ന് അറിയാത്ത ആരുമില്ല. അപ്പോൾ 1D, 2A, 3 എന്താണ്? ചണ്ടാല ഭിക്ഷുകി. കുമാരനാശാൻ്റെ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. അപ്പോൾ 3B, 4 കൃഷ്ണഗാഥ. രചിച്ചത് ആരാണ്? ചെറുശ്ശേരി. അപ്പോൾ 2 എണ്ണമൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ട് നമുക്ക് ശരിയാവും അല്ലേ? ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാനാണ്. ഓപ്ഷൻ എയിലുള്ള ചിഞ്ചുറാണി ഏത് വകുപ്പാണ്? മൃഗസംരക്ഷണ വകുപ്പാണല്ലേ? ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. റോഷി അഗസ്റ്റിൻ ആണെങ്കിലോ? റോഷി അഗസ്റ്റിന് ജലവിഭവം കൈകാര്യം ചെയ്യുന്നുണ്ട്. ശിവൻകുട്ടി എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. പിന്നെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ്. പിന്നെ സജി ചെറിയൻ എന്താണ്? ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. റോഷി അഗസ്റ്റിൻ ആണെങ്കിൽ ജലവിഭവം കൈകാര്യം ചെയ്യുന്നു. താങ്ക്